ടിൻ ഫ്ലെയിം ജേണിയിലുള്ള എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഞാനിന്നിവിടെ പങ്കുവയ്ക്കുന്നത് ടിൻ ഫ്ലെയിം ജേണിയിൽ ഡിവൈൻ മസ്കുലിൻ്റെയും ഡിവൈൻ ഫെമിനിൻ്റെയും ചക്രകൾ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിനെക്കുറിച്ചാണ്. ഈ ജേണിയിൽ നമ്മുടെ ചക്രകൾക്ക് വളരെ നിർണായകമായ ഒരു സ്ഥാനമുണ്ട്. ടിൻ ഫ്ലെയിം തമ്മിലുള്ള ആത്മബന്ധം കേവലം ഒരു മാനസികമോ ശാരീരികമോ മാത്രമല്ല, അത് അഗാധമായ സ്പിരിച്വൽ ആൻഡ് എനർജറ്റിക് പ്രക്രിയയാണ്. ഇതിൽ ചക്രകളുടെ പങ്ക് എന്നുവെച്ചാൽ എനർജറ്റിക് അലൈൻമെൻറ്റ്, ഊർജ്ജസ്വലമായ സമന്വയം. ടിൻ ഫ്ലെയിമുകൾ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ അവരുടെ ഓറാസ്, അവരുടെ ഊർജ്ജമണ്ഡലങ്ങൾ തമ്മിൽ ശക്തമായി ഇടപഴകുന്നു. ഇത് ശരീരത്തിലെ എല്ലാ ചക്രകളെയും, പ്രത്യേകിച്ച് ഹാർട്ട് ചക്രയും ക്രൗൺ ചക്രയും ഉണർത്തുന്നതിന് കാരണമാകുന്നു. ഈ പ്രക്രിയ ടിൻ ഫ്ലെയിംസിൻ്റെ ഇടയിൽ ഒരു ഊർജ്ജപ്രവാഹം സൃഷ്ടിക്കുന്നു. കുണ്ടലി അവേക്കണിങ് ആൻഡ് ചക്ര ക്ലൻസിങ്. ടിൻ ഫ്ലെയിം ബന്ധം പലപ്പോഴും കുണ്ടലിനി ഊർജ്ജത്തിൻ്റെ ഉണർവിന് കാരണമാകാറുണ്ട്. ഈ യാത്രയിൽ നേരിടേണ്ടി വരുന്ന വൈകാരിക പ്രക്ഷുബ്ധതകളും വെല്ലുവിളികളും നമ്മുടെ ശരീരത്തിലെ ചക്രകളിൽ അടിഞ്ഞുകിടക്കുന്ന തടസ്സങ്ങളും നെഗറ്റീവ് ഊർജ്ജങ്ങളെയും പുറന്തള്ളാൻ സഹായിക്കുന്നു. റൂട്ട് ചക്ര മുതൽ ക്രൗൺ ചക്ര വരെയുള്ള 7 ചക്രകളും പൂർണ്ണമായി ശുദ്ധീകരിക്കപ്പെടേണ്ടതുണ്ട്. ഇങ്ങനെ 7 ചക്രകളിലെയും ബ്ലോക്കുകൾ മാറുമ്പോൾ ടിൻ ഫ്ലെയിംസിൻ്റെ കുണ്ടലിനി ഉണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. അടുത്തതായിട്ട് മിറർ ഇഫക്റ്റ് ചക്രകളും. ടിൻ ഫ്ലെയിം ജേണിയിലെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് മിറർ ഇഫക്റ്റ്. അത് കണ്ണാടി പ്രതിഫലനം. നമ്മുടെ പങ്കാളി നമ്മുടെ തന്നെ ആത്മാവിൻ്റെ മറ്റൊരു ഭാഗമായതിനാൽ നമ്മുടെ ചക്രകളിലെ അസന്തുലിതാവസ്ഥയും നമ്മുടെ ഭയങ്ങൾ, റിജക്ഷൻ, അവർ നമ്മളെ റിജക്റ്റ് ചെയ്യുമോ എന്നുള്ള ഭയം, അതെല്ലാം അവർ നമ്മളിൽ തന്നെ പ്രതിഫലിപ്പിച്ച് കാണിക്കും. സോളാർ പ്ലക്സസ് ചക്ര. ഈഗോയുടെയും ആത്മവിശ്വാസത്തിൻ്റെയും പ്രശ്നങ്ങൾ ഈ ചക്രയിലൂടെയാണ് പരിഹരിക്കപ്പെടുന്നത്. ത്രോട്ട് ചക്ര സത്യം തുറന്നു പറയുവാനും ആശയവിനിമയം നടത്തുവാനും ഈ ചക്രത്തിൻ്റെ ശുദ്ധീകരണം അത്യാവശ്യമാണ്. ഹാർട്ട് ചക്രയും അൺകണ്ടീഷണൽ ലവും. ടിൻ ഫ്ലെയിം അതോടെ കാതൽ തന്നെ അൺകണ്ടീഷണൽ ലവാണ്. ഇതിനായി പ്രധാനമായും ഹാർട്ട് ചക്രയും ഹയർ ഹാർട്ട് ചക്രയും തുറക്കപ്പെടേണ്ടതുണ്ട്. പരസ്പരം അകന്നു നിൽക്കുമ്പോൾ നമ്മുടെ സെപ്പറേഷൻ ഫേസിലുണ്ടാകുന്ന വേദന ഈ ചക്രകളെ കൂടുതൽ ശക്തമാക്കാനും അഹങ്കാരമില്ലാത്ത ശുദ്ധമായ സ്നേഹം പഠിപ്പിക്കുവാനും സഹായിക്കുന്നു. സ്പിരിച്വൽ ഗ്രോത്ത് ആൻഡ് യൂണിയൻ. 7 ചക്രകളും സന്തുലിതമാവുകയും ഒരേ ഫ്രീക്വൻസിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങുകയും ചെയ്യുമ്പോഴാണ് ടിൻ ഫ്ലെയിമുകൾ തമ്മിലുള്ള യഥാർത്ഥ ഐക്യം, ഡിവൈൻ യൂണിയൻ സാധ്യമാകുന്നത്. ഇത് ബാഹ്യമായ ഒരു ചേർച്ചയേക്കാൾ ഉപരി ആന്തരികമായ ഒരു പൂർണ്ണതയാണ്. ടിൻ ഫ്ലെയിം ജേണി എന്നത് ഒരു ആത്മീയ ശുദ്ധീകരണ യജ്ഞമാണ്. ഈ യാത്ര നമ്മെ കടന്നു പോകാൻ പ്രേരിപ്പിക്കുന്നത് നമ്മുടെ 7 ചക്രകളുടെയും ആന്തരികമായ സന്തുലിതാവസ്ഥയിലേക്കുമാണ്. ഡിവൈൻ ഫെമിനൻ ഹീൽ ആകുമ്പോൾ ഡിവൈൻ മസ്കുലിൻ്റെ ചക്രങ്ങളും ഊർജ്ജവും ഓട്ടോമാറ്റിക്കായി ഹീലാകാൻ തുടങ്ങും. ടിൻ ഫ്ലെയിം ജേണിയിൽ ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്ന ചില പ്രധാന ആത്മീയവും ശാസ്ത്രീയവുമായ കാരണങ്ങൾ ഉണ്ട്. സെയിം എനർജി സിഗ്നേച്ചർ. ടിൻ ഫ്ലെയിമുകൾ 2 ശരീരങ്ങളിലായി ജീവിക്കുന്ന ഒരേ ആത്മാവാണ്. അതിനാൽ അവർക്ക് 2 പേർക്കും ഇടയിൽ ഒരു എനർജി കോഡ് നിലനിൽക്കുന്നുണ്ട്. DF അവരുടെ ചക്രങ്ങൾ ഹീൽ ചെയ്യുകയും പോസിറ്റീവ് വൈബ്രേഷനിലേക്ക് ഉയരുകയും ചെയ്യുമ്പോൾ ഈ ഊർജ്ജമാറ്റം ആ കോഡിലൂടെ തൽക്ഷണം തന്നെ DMലേക്ക് പ്രവഹിക്കുന്നു. അലൈൻമെൻറ്റ് ഫ്രീക്വൻസി. മിറർ എഫക്റ്റ്. DF ഭയവും ആശങ്കകളും ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ DFൽ നിന്നും അകന്നു നിൽക്കുകയോ റൺ ചെയ്യുകയോ ചെയ്യുന്നു. ഹീലിംഗ് പ്രക്രിയ. DFൻ്റെ ഹാർട്ട് ചക്രയും റൂട്ട് ചക്രയും ഹീലായി അവർ ആന്തരിക സമാധാനവും സ്വയം സ്നേഹവും സെൽഫ് ലവും കൈവരിക്കുമ്പോൾ DMൻ്റെ സിസ്റ്റത്തിനും ആ ഉയർന്ന ഫ്രീക്വൻസി അനുഭവപ്പെടാൻ തുടങ്ങും. അവരുടെ ചക്രങ്ങളിലെ അടിഞ്ഞുകിടക്കുന്ന തടസ്സങ്ങൾ ഓട്ടോമാറ്റിക്കായി മാറാൻ തുടങ്ങും. ടെലിപ്പതിക് ആൻഡ് എനർജറ്റിക് കണക്ഷൻ. DF ഹീലാകുമ്പോൾ സംഭവിക്കുന്നത് സൈക്രൽ സോളാർ പ്ലക്സസ് ചക്ര ബന്ധത്തിലുണ്ടായിരുന്ന അറ്റാച്ച്മെൻറ്റും കോഡിപ്പെൻഡൻസിയും ഫിയറും മാറുന്നു. ത്രോട്ട് ചക്ര. DFൻ്റെ ഉള്ളിലെ സത്യം തിരിച്ചറിയുന്നതോടെ DMൻ്റെ ഉള്ളിലും ആന്തരിക സത്യങ്ങൾ ഉണരാൻ തുടങ്ങും. ക്രൗൺ ആൻഡ് തേർഡ് ഐ ചക്ര. DFൻ്റെ ഉയർന്ന ആത്മീയ ഉണർവ് DMൽ സബ് കോൺഷ്യസായി വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. എന്നാൽ പ്രധാന കാര്യം DMൻ്റെ ഹീലിംഗ് ഓട്ടോമാറ്റിക്കായി ആരംഭിക്കുമെങ്കിലും അവർക്ക് അത് അനുഭവവേദ്യമാക്കാൻ അല്പം സമയമെടുക്കാം. DF ഊർജ്ജപരമായി എനർജി ലെവൽ പെട്ടെന്ന് മാറുമ്പോൾ DM അത് അവരുടെ ഭൗതിക ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അവരുടെ ഈഗോയും പഴയ പാറ്റേണുകളും തകർക്കേണ്ടി വരും. ഇതിനെയാണ് DMൻ്റെ ഡാർക്ക് നൈറ്റ് ഓഫ് ദി സോൾ എന്ന് വിളിക്കുന്നത്. DF പൂർണ്ണമായും അവരുടെ ചക്രങ്ങൾ ഹീൽ ചെയ്ത് സ്വന്തം ജീവിതത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ DM ഓട്ടോമാറ്റിക്കായി ഹീലിംഗിലേക്ക് വരികയും DFൻ്റെ അടുത്തേക്ക് ആകർഷിക്കപ്പെടുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ടിൻ ഫ്ലെയിമുകൾ യൂണിയനിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് അവരുടെ ചക്രകളിലെ ബ്ലോക്കുകൾ
ഹീൽ ചെയ്ത് മാറ്റേണ്ടത് അത്യാവശ്യമാണ്. താങ്ക് യു.